ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കത്തിരിക്ക ഗൊത്സു ആണ്. ചുട്ടെടുത്ത കത്തിരിക്ക ഗൊത്സു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടമാവും. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ, എങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ കാണത്തുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കത്തിരിക്കയാണ്. ഒരു വലിയ കത്തിരിക്ക നോക്കി എടുക്കണം. പിന്നെ വേണ്ടത് ഒരു 3 ചെറിയ തക്കാളിയാണ്, 2 പച്ചമുളക്, എരിവിന് വേണ്ടിയിട്ട് നമുക്ക് 2 പച്ചമുളക്, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. എന്തില്ലേലും കത്തിരിക്ക, ഒരു വലിയ കത്തിരിക്ക വേണം, അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഈ കത്തിരിക്കയിലും ഈ തക്കാളിയിലിൻ്റെ പുറത്തൊക്കെ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്ത ശേഷം നമുക്കിത് ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ കത്തിരിക്കയിലും തക്കാളിയുടെയും പുറത്ത് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. കാരണം നമ്മളിത് ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നതാണ്, അതിൻ്റെ പേരിലാണ് ഓയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും ഇതിന്, അതിന് വേണ്ടിയിട്ടാണ്. കത്തിരിക്ക ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്, എങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് വെന്തിട്ട് കിട്ടുള്ളൂ, അതിൻ്റെ പേരിലാണ്. നമ്മളിപ്പോൾ ഈ ചെറിയ ബൗളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ തട്ട് വാങ്ങില്ലേ, അങ്ങനെ ഒരു തട്ടുണ്ടെങ്കിൽ അത് ഇതിന് മുകളിലേക്ക് ഫസ്റ്റ് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ കത്തിരിക്ക വെക്കാനായിട്ട്. കത്തിരിക്കയുടെയും തക്കാളിയുടെയും കൂടെ തന്നെ വെളുത്തുള്ളി കൂടി വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. നമ്മുടെ ഈ കത്തിരിക്ക ഒരു സൈഡൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. എന്നിട്ട് അപ്പുറത്തെ സൈഡൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കത്തിരിക്കയും തക്കാളിയും എല്ലാം ഇപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് പച്ചവെള്ളത്തിലേക്ക് ഇടാം. അതിനുശേഷം അതിൻ്റെ പുറത്തുള്ള സ്കിൻ ഫുള്ളും റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ കത്തിരിക്കയുടെ സ്കിന്ന് ഫുള്ള് ഞാൻ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയും സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത ശേഷം ഒരു ഫോർക്ക് വെച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. മാക്സിമം നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണിൽ നിന്നും കുറവായിട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഈ ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നാണ്, അതും ചേർക്കുകയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 വറ്റൽമുളകാണ്. ഇനി ഇത് ഇത്രയും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പിഞ്ച് കായപ്പൊടി കൂടി. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. സവാളയെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന ടൈമിൽ തന്നെ നമുക്കിതിലേക്ക് ഉപ്പും മസാലകളും കൂടി ബാക്കി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിത് നല്ലതുപോലെ ചുട്ടെടുത്ത് തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ മസാലകളെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാകണം, അതിൻ്റെ പേരിലാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കശ്മീരി മുളകാണ്, അതിൻ്റെ പേരിൽ എരിവ് കുറവായിരിക്കും. സാധാരണ മുളകാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടാവൂ, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് എരിവുണ്ടാവും. ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടിട്ട് വരണം. അപ്പോഴത്തേക്ക് ഈ മസാലയുടെയൊക്കെ പച്ച മണമൊക്കെ മാറിയിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. അതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാളയെല്ലാം ഇപ്പം നല്ലതുപോലെ വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചുട്ടെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കത്തിരിക്ക ചേർത്ത് കൊടുക്കാം. കത്തിരിക്ക ചേർത്തതിന് ശേഷം അത് നല്ലതുപോലെ വഴറ്റി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അപ്പം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്, ഇച്ചിരി കട്ടിക്കാണ് ഇതിരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ പുളിവെള്ളം എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു ചെറിയൊരു പീസ് പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് പുളി ചേർക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും വെക്കുന്നത് പുളി ചേർത്തിട്ടാണ്. ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട.
സാധാരണ കത്തിരിക്ക ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഇതുപോലെ ഒരു കറി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കത്തിരിക്ക നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങും. ഫൈനലി ഇതിലേക്ക് നമുക്കിനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കത്തിരിക്ക ഗസ്തു റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ എടുക്കാം. അതല്ല നമ്മൾ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ ആണെന്നുണ്ടെങ്കിൽ പുളി ഒരല്പം കുറച്ചിട്ട്, പുളി ചേർക്കണമെന്നില്ല, വെള്ളം നല്ലതുപോലെ കുറച്ചിട്ട് വെച്ചാൽ മതിയാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഞാൻ എപ്പോഴും ഇത് എടുത്ത് പറയണമെന്നില്ല, നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും പിന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.